ചെടികളും പൂക്കളൊക്കെ സുഖമായിട്ടിരിക്കല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അത്ര വലിയ സുഖത്തിലല്ല അവരിയ്ക്കുന്നത്. നമ്മളുടെ ഹോസ്പിറ്റൽ കേസൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു വാട്ടവും കാര്യങ്ങളും എല്ലാം ചെടികൾക്കുണ്ട്. പിന്നെ എൻ്റെ ഈ തിരക്കുകൾക്കിടയിൽ എനിക്കിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള സമയവും കിട്ടുന്നത് കുറവാണ്. പിന്നെ ഇപ്പോൾ ഇത്തിരി ചാറ്റൽ മഴയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഈവനിങ് സമയത്താണ് ഞാൻ കൂടുതലും പുറത്തേക്ക് ഇറങ്ങാറുള്ളത്. ആ സമയങ്ങളിൽ മഴയൊക്കെ ആകുമ്പോൾ അതിനും ഒരു മടി എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. നമ്മൾ മനുഷ്യന്മാർ തന്നെയല്ലേ, വർക്ക് ചെയ്യുന്നതിനും ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആവുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ കുറച്ച് നേരം ഈ ചെടികളുടെ കൂടെ നിൽക്കാമെന്ന് കരുതി ചട്ടിയിൽ വന്നിട്ടുള്ള പുല്ലുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളും പൂക്കളും. അത് ചെടികളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ രീതിയിലുള്ള ഇലച്ചെടികളെക്കാളും എനിക്ക് ഈ ചെടികളിൽ പൂക്കളിട്ട് നിൽക്കുന്ന ചെടികളോടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. നമ്മളുടെ ഈ ചൈനീസ് ബാൽസ്യം അങ്ങനത്തെ എൻ്റെ കയ്യിൽ അതിൻ്റെ ഒന്നും ഒരു തൈ പോലും ഇല്ല കേട്ടോ. ഞാൻ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ എല്ലായിടത്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട് അതിൽ നിന്നൊരു തണ്ട് പോയി ഒടിച്ചാലോ എന്നൊക്കെ. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ 10 മണി, ചെട്ടുമല്ലി, ആകാശമല്ലി അങ്ങനെയുള്ള ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുമ്മയൊക്കെ നിറച്ച് പൂക്കളുണ്ടായിരിക്കില്ല. അപ്പോൾ പൂത്ത് തളർത്ത് നിൽക്കുന്നത് കാണാനാണ് എപ്പോഴും ഇഷ്ടം. അപ്പോൾ കണ്ണൻകുട്ടിക്ക് വന്ന ഗിഫ്റ്റ് അല്ല കേട്ടോ ഇത്, കല്യാണിക്കുട്ടിക്ക് വന്ന ഗിഫ്റ്റാണ്. പിന്നെ ചേട്ടൻ അയച്ചിട്ടുണ്ടായിരുന്നതാണ് കല്യാണിയുടെ ബർത്ത്ഡേ ആയിട്ട്. അയ്യോ, ഒരു വെറൈറ്റി തന്നെ വേണം പറയാനായിട്ട്. ഞാൻ ഇതുവരെ കണ്ണൻ ഇങ്ങനത്തെ ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പാവക്കുട്ടീനെയൊക്കെ കാണുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അത്രയധികം കളർഫുള്ളും ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു പാവയാണ് കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ കണ്ണൻകുട്ടീനെയും അതിൻ്റെ പുറകെ ഓടിക്കാനൊക്കെ ശ്രമിച്ചു. ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നടക്കാനൊക്കെ. ഞാൻ കുറേ ദിവസങ്ങളായിട്ടൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവനെ കൊണ്ട് ചെയ്യിക്കാറില്ല. കാരണം അവൻ്റെ ഹെൽത്ത് അത്രയും ഓക്കെ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കണ്ണൻ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതെനിക്ക് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത്. അല്ലാതെ ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ വന്ന് പറയാറുണ്ട് കണ്ണൻ ഓക്കെ അല്ല, മെൻ്റലി ഓക്കെ അല്ല, ഫിസിക്കലി ഓക്കെ അല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാനത് പറയുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ ഉള്ളിൽ അത് ഭയങ്കര വിഷമമായിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ട്. പിന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളറിയണം. നിങ്ങളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, ഫോളോവേഴ്സ് എന്നതിനേക്കാളും ഉപരി നിങ്ങളിൽ ഓരോരുത്തരും എൻ്റെ ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ ഫാമിലി ആയിട്ട് തന്നെ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ട് നിങ്ങളിൽ ചിലരെങ്കിലും. എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, ഒരുപാട് പേര് നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആളുകളുണ്ട്.